السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങളിൽ വളരെ ഗൗരവം നിറഞ്ഞതാണ് ദുൽമ് ചെയ്യാതിരിക്കുക എന്നത്. മതപരമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ അവകാശ അധികാരത്തിൽ അന്യായമായി ഇടപെടലാണ് എങ്കിലും അനീതി, അന്യായം ചെയ്യൽ, അക്രമം, അവകാശങ്ങൾ നൽകാതിരിക്കലോ തെറ്റിച്ച് നൽകലോ വൈകി നൽകലോ അഭിമാനത്തിന് പരിക്കേൽപ്പിക്കൽ എല്ലാം ഇസ്ലാം കർശനമായി നിരോധിച്ച ദുൽമിൻ്റെ പരിധിയിൽ വരും. അനീതിയും അന്യായവും ജീവിതത്തിൻ്റെ അലങ്കാരമായി കാണുന്നവരാണ് ഇന്ന് ഏറെയും. മതവിശ്വാസികൾ പോലും ഇതിൽ നിന്ന് വ്യത്യസ്തരാകുന്നില്ലെന്നത് ഖേദകരമാണ്. കുടുംബം, സൗഹൃദം, സംഘടന, അധികാരം എന്നതിലേതാണോ അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹമായി നൽകിയത് അത് ഒരു ദൈവിക പരീക്ഷണമായി കണ്ട് അമാനത്ത് നീതിപൂർവം നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ് വിശ്വാസികൾ എല്ലാവരും. പക്ഷേ അവർ പോലും ഒഴുക്കിനൊത്ത് നീന്തുന്നുവോ എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അറിയുക, അന്യായവും അനീതിയും ചെയ്യുന്നതിലൂടെ പ്രഥമമായി നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടം തന്നെയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ളാലിമീൻ എന്നും ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ എന്നും അള്ളാഹു 3 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്നുണ്ട്. അറിയുക, തീർച്ചയായും അള്ളാഹു ദുൽമ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അന്യായങ്ങളെല്ലാം കൊടും ഭീകരമാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ അന്യായം എന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കാളികളെ ഉണ്ടാക്കി അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്നതാണ്. ഇന്ന ശിർക്കല ദുൽമുൻ അദീം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശിർക്ക് അഥവാ ബഹുദൈവാരാധന, അതാണ് ഏറ്റവും കൊടിയ അക്രമം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരിഗണിക്കാതെ ശരീരത്തിനെ നരകാഗ്നിയിലേക്ക് പാകപ്പെടുത്തി കൊടുക്കുന്നതാണ് സ്വന്തത്തോട് ചെയ്യുന്ന മറ്റൊരക്രമം. അള്ളാഹു പറയുന്നു, വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ അധികാരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിരുകളെ ഭേദിക്കുന്നുവോ അവൻ അവൻ്റെ സ്വന്തത്തോട് തന്നെ ദുൽമ് ചെയ്തിരിക്കുന്നു. അടുത്തവരോടും അകന്നവരോടും മനുഷ്യരോടും ഇതര ജീവികളോടും നാം കാണിക്കുന്ന അന്യായവും അനീതിയും അത് എത്ര അളവിൽ കുറഞ്ഞതാണെങ്കിലും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയില്ലെന്ന താക്കീത് വിശ്വാസികളെ പേടിപ്പിക്കേണ്ടതാണ്. ദുൽമ് എല്ലാ ഇനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന വചനമാണ്. അള്ളാഹു പറയുന്നത്, ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികളായ ആളുകൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കരുത്. യൗമ ലാ യൻഫഉ ളാലിമീന മഅ്ദിറതുഹും വലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. അന്യായം കാട്ടിയവർക്ക് അവരുടെ ഒഴിവ് കഴിവുകളൊന്നും ഉപകാരപ്പെടാത്ത ദിനം. അവർക്കാകുന്നു ശാപം, അവർക്കാകുന്നു ചീത്ത ഭവനം. അന്യായത്തിനും അക്രമത്തിനും വിധേയനാകുന്നവന്റെ ഹൃദയരോധനം ആകാശ അതിരുകളെ ഭേദിച്ച് സൃഷ്ടാവിലെത്താൻ ഒട്ടും വൈകില്ലെന്ന പ്രയോഗം എത്ര ഗൗരവമുള്ളതാണ്. നിസ്സഹായനായ മനുഷ്യന്റെ പ്രാർത്ഥന പരിഗണിക്കുമ്പോൾ അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ മുത്തക്കിയെന്നോ പാപിയെന്നോ തുടങ്ങിയ വേർതിരിവുകളൊന്നും അള്ളാഹു കാണിക്കുകയില്ലെന്ന വാഗ്ദാനം വളരെ ഗുരുതരമാണ്. അള്ളാഹു അന്യായത്തിനും അനീതിക്കും പാത്രമാകുന്നവന്റെ പ്രാർത്ഥന സൂക്ഷിക്കണമെന്നത് ആ അർത്ഥത്തിൽ താക്കീത് നൽകുന്ന 18ഓളം സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബദറിൽ പങ്കെടുത്ത സ്വർഗപ്രവേശനത്തിന് മതിയായ കാരണങ്ങളുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഭരണകർത്താവായി യമനിലേക്ക് നിയോഗിക്കുമ്പോൾ നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് വത്തഖി ദഅവതൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ് എന്നാണ്. നീ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. കാരണം അവന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയില്ല. ഒരിക്കലും അള്ളാഹു തട്ടിക്കളയാത്ത 3 പ്രാർത്ഥനകളെ കുറിച്ച് പഠിപ്പിച്ചിടത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നി പറഞ്ഞത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന എന്നാണ്. അത് വലൗകാന ഫാജിറൻ എന്നും കാഫിറൻ എന്നും 2 സ്ഥലങ്ങളിൽ പ്രത്യേകം പരാമർശിച്ചതുപോലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഹോദരന്മാരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ദുൽമെന്ന കൊടും ഭീകരൻ കടന്നു വരുന്നില്ലെന്നും നമ്മുടെ ഇഹപര ജീവിതത്തിന്റെ സമാധാനവും നിർഭയത്വവും കൗരുന്നില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടാറുണ്ടായിരുന്നത് പോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷ തേടാറുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് ദഅവത്തിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുടെ കെടുതിയിൽ നിന്നാണ്. നമ്മളും അത് സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും
ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.